അതായത് ഞാൻ 3 തവണ ഇപ്പോൾ കഴിഞ്ഞു. അതായത് ഈ പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റാവാൻ വേണ്ടി മത്സരിച്ച്, അതും നാറമ്പാടിയിൽ. പിന്നെ എനിക്ക് മത്സരിക്കാൻ തന്നത് ദേലമ്പാടിയിൽ. അപ്പോഴും ഞാൻ എൻ്റെ വോട്ടിടാൻ പറ്റാത്ത പിന്നെ എനിക്ക് തന്നത് മഞ്ചേശ്വരത്ത്. ഈ 3 തവണയും LDF സീറ്റിലും അന്ന് തന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എൻ്റേതായ ഒരു വോട്ട് ഇടാനുള്ള ആഗ്രഹം ഉണ്ടാവും. ഒന്ന്. രണ്ടാമത് 10-12 വർഷം ഞാനിവിടെ ജനറൽ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ച് ഈ മണ്ഡലത്തിൽ ഒരു പാർട്ടി സെറ്റപ്പിനും കാര്യത്തിനും ഒരു എന്താ പറയുക, ഈ ഐഡൻറ്റി കാർഡൊക്കെ വരുമ്പോൾ ഞാനാണ് ഇവിടെ ജനറൽ സെക്രട്ടറി. അന്ന് പ്രസിഡൻറ്റ് അല്ല, മണ്ഡലത്തിൻ്റെ നിയോജകമണ്ഡലത്തിൻ്റെ ജനറൽ സെക്രട്ടറി ഞാനായിരുന്നു. അന്ന് പിന്നെ ഇയാളില്ല, MS മുഹമ്മദ് കുഞ്ഞി പ്രസിഡൻറ്റ് വരെ രാജിവെച്ച് കഴിഞ്ഞ സമയത്താണ് ഒറ്റയാൾ പട്ടാള ഞാൻ. അന്ന് അതിനൊക്കെ ഒരുപാട് കോടി, അവർക്കൊന്നും അറിയില്ലല്ലോ ഈ കാർഡിന് ചെയ്യിക്കുന്നതിനേക്കാളും കഷ്ടം വരേണ്ട ഒരവസ്ഥയുണ്ടായിരുന്നു ആ ഫസ്റ്റ് കാർഡ് ഉണ്ടാക്കാൻ. പിന്നെ അവർക്ക് തന്നെ ബോധ്യമായി കാർഡ് എല്ലാത്തിനും വേണമെന്ന് തോന്നി. പിന്നെ അവർ തന്നെ സ്വയം വരാൻ തുടങ്ങി. അന്ന് വളരെ കഷ്ടപ്പെട്ട് വളരെ ചിലവൊക്കെ ആയിട്ടുണ്ട്. അപ്പം അങ്ങനെ ഇറങ്ങി പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇവിടെ ഒരു പാർട്ടി സെറ്റപ്പും കൂടി ആക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു 10-12 വർഷം കഴിഞ്ഞ ഒരു മണ്ഡലത്തിലും എൻ്റെ നാട്ടിലും, കൂടാതെ 5 വർഷം പ്രായം കൂടി. ഇവിടെയാണെങ്കിൽ ഇപ്പോൾ എൻ്റെ മണ്ഡലം ഏറ്റവും വലിയ പഞ്ചായത്താണ് എൻ്റെ പഞ്ചായത്ത്. തൊട്ടടുത്ത് 1 കിലോമീറ്റർ വേണ്ട, ഒരു 200 മീറ്റർ പോയാൽ മുനിസിപ്പാലിറ്റി അതിർത്തിയിലേക്ക് എത്തി. ഇവിടെ 1 കിലോമീറ്റർ പോയാൽ മധൂർ അതിർത്തിയിലേക്ക് എത്തി. 2 കിലോമീറ്റർ പോയാൽ മൊഗറാപുത്തൂർ അതിർത്തിയിലേക്ക് എത്തി. 3 കിലോമീറ്റർ പോയാൽ ബദിരക്കത്തേക്ക് എത്തി. 3 കിലോമീറ്റർ ഇല്ല, ഇതിൽ ആലമ്പാടിയിൽ പോകണമെങ്കിൽ 2 കിലോമീറ്റർ ബദിരക്ക അതിർത്തിയിലേക്ക് എത്തി. അപ്പോൾ 5 പഞ്ചായത്തും കയ്യെത്തുന്ന ദൂരത്തുള്ളത്. അപ്പോൾ കുറച്ച് ആരോഗ്യത്തിന് കുറവുണ്ടെങ്കിലും ഏത് സമയത്തും എല്ലാ വിഷയത്തിലും എത്തിപ്പെടാൻ സാധിക്കും. ഇത് അവിടേക്ക് എത്തിപ്പെടാൻ ഒരുപാട് കസ്ഥലയിൽ ഒരു വിഷയത്തിന് പോയാൽ പിന്നെ അടുത്തത് എനിക്ക് ഓർക്കാടിയിലായിരിക്കും. കിലോമീറ്റർ 63 ഇത് ഓടിയെത്തണം. അപ്പോൾ ഇങ്ങനെയുള്ള 5 വർഷം പ്രായം കൂടിയതല്ല. അങ്ങനെ ആഗ്രഹം വെക്കുന്നതിൽ തെറ്റുണ്ടോ? ഇല്ല. അല്ല, ആഗ്രഹം പ്രകടിപ്പിക്കുന്നതിൽ തെറ്റില്ല. പിന്നെ തരുന്നതും മത്സരിക്കാൻ സീറ്റുണ്ടോ എന്ന് പറയുന്നത് പാർട്ടിയാണ്. പാർട്ടി എന്ത് പറഞ്ഞാലും ഹിമാലയത്തിൻ്റെ മുകളിൽ പോയിട്ട് നിന്നോ എന്ന് പറഞ്ഞാൽ നിൽക്കും. അതല്ല, നിനക്ക് ഇപ്പോൾ നീ നിൽക്കണ്ട, നീ മാറി എന്ന് പറഞ്ഞാൽ മാറി നിൽക്കും. അതാണ് പാർട്ടിക്ക് അതീതമായി.